എഡെക്സ് കേരള സൂപ്പർ കപ്പ് അണ്ടർ 18 ഫുട്ബോൾ ടൂർണമെന്റിന് ജൂലൈ 10 മോങ്ങത്ത് തുടക്കമാകും. മോങ്ങം ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റ് മന്ത്രി ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ഭാവി ഫുട്ബോൾ പ്രതിഭകളെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന എഡെക്സ് കേരള സൂപ്പർ കപ്പ് അണ്ടർ 18 ഫുട്ബോൾ ടൂർണമെന്റിന്റെ രണ്ടാം പതിപ്പിനാണ് ജൂലൈ 10 തുടക്കമാകുന്നത്. കേരള ഫുട്ബോൾ അസോസിയേഷൻ, മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ, റിയൽ മലബാർ FC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. 10 വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കായിക മന്ത്രി ഒ.ജെ. ജനീഷ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ റിയൽ മലബാർ FC അരീക്കോടിനെ നേരിടും. 16 പ്രമുഖ ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. നോക്കൌട്ട് അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ നടക്കുക. രണ്ടാഴ്ചയോളം നീണ്ടുനിൽക്കുന്ന മത്സരങ്ങൾക്കൊടുവിൽ ഫൈനൽ പോരാട്ടം 24-ന് നടക്കും. കേരളത്തിലെ യുവ ഫുട്ബോൾ കളിക്കാർക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും വലിയ വേദികളിലേക്ക് ഉയർന്നു വരാനുമുള്ള മികച്ചൊരു അവസരമായിരിക്കും ഈ ടൂർണമെന്റ് എന്ന് സംഘാടകർ അറിയിച്ചു. കേരള ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എം മുഹമ്മദ് സലീം, മലപ്പുറം DFA പ്രസിഡന്റ് ജലീൽ മയൂര, മലപ്പുറം DFA സെക്രട്ടറി ഡോക്ടർ സുധീർ കുമാർ, മലപ്പുറം DFA ട്രഷറർ നഹീം ചീരൂർ, ടൂർണമെന്റ് കോർഡിനേറ്റർ മുഹമ്മദ് സയ്യിദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. നിങ്ങൾക്കും സ്വന്തമായി എന്തെങ്കിലും നേടണമെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? വെറും 6 മാസം കൊണ്ട് ആരോഗ്യ മേഖലയിൽ ജോലി സ്വന്തമാക്കാം. അതിന് ഫീസ് ഒരു തടസ്സമേ ആകില്ല. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും നേരിട്ട് NIPMS അക്കാഡമിയുടെ ജോബ് ഓറിയന്റഡ് സ്കിൽ കോഴ്സായ നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിക്കാം. പഠിച്ചിറങ്ങിയ മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടിയതുകൊണ്ട് ജോബിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. +2 ഡിഗ്രി കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി.